ഇനി സാർ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എന്റെ തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. എന്ത് തീരുമാനം? എന്താ അത്? എടോ, എന്താ തീരുമാനം എന്ന് പറ. ഞാനിനി സാറിനോട് മിണ്ടില്ല. അതെങ്ങനെ മിണ്ടായിരുന്നാല്? ഒരു കാര്യമില്ലാതെ പരസ്പരം മിണ്ടാതിരുന്നാൽ എന്താ സാർ? എനിക്ക് മടുത്തിട്ടാ പറയുന്നത്. പറഞ്ഞ വാക്ക് പാലിക്കാത്ത സാറിനോട് ഞാനിനി മിണ്ടില്ല. അത് തന്ത്രി, എന്തൊക്കെയാ ഇയാൾ പറയുന്നത്? അതെങ്ങനെ അയാൾ മിണ്ടാതിരിക്കുക? എനിക്ക് അയാളോട് മിണ്ടാതിരിക്കാനൊന്നും പറ്റില്ല. പിന്നെ ചിലപ്പോ ദേഷ്യം കൊണ്ട് പറയുന്നതായിരിക്കും, അല്ലാതെ എന്നോട് മിണ്ടാതിരിക്കാൻ അയാളെ കൊണ്ട് പറ്റുമോ? എന്നെ ഒരിക്കലും പറ്റില്ല. ഇനി മിണ്ടില്ലേ? അതൊക്കെ ഞാൻ അയാളെ കൊണ്ട് മിണ്ടിക്കും. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വേദേ. സത്യം പറഞ്ഞ എന്റെ ജീവിതത്തിൽ ഇത്രയും നാണക്കേട് ഞാൻ അനുഭവിച്ചിട്ടില്ല. ചേച്ചി, എന്തിനാണ് ഞാൻ ഇനി ജീവിച്ചിരിക്കുന്നത്? ഇത്രയും നാണം കെട്ടിട്ട്. എന്താ എന്തോ പറ്റി? എന്തിനാ അവള് കരയുന്നത്? മമ്മി, അത് ടെക്സ്റ്റൈൽസിൽ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാ. അവളെ എഴുന്നള്ളിച്ച് എവിടെ പോയിട്ടാ നാണം കെടാതിരുന്നത്? നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം എല്ലായിടത്തിലും തച്ച് തുടയ്ക്കണമെന്ന് തീരുമാനം എടുത്തിരിക്കല്ലേ അവള്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, അവളെ അവിടെ ഇട്ട് കൊല്ലാൻ എനിക്ക് തോന്നിയേ. ഇരുട്ടില് അവളെ ആരാ കയറി പിടിച്ചതെന്ന്. അല്ല, എന്നിട്ട് അവൾ ആരെടുത്താ പ്രതികരിച്ചത്? അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് അവള് രഞ്ജിത്തിനല്ലേ കുറ്റക്കാരനാക്കിയത്? മമ്മി, കയറി പിടിച്ചത് നന്ദിനിയല്ല, എന്നെയാ. നീ എന്താ ഈ പറയുന്നേ? അവളല്ലേ ബഹളം വെച്ചത്? അല്ല മമ്മി, കരഞ്ഞത് ഞാനാ. ഞാനും നന്ദിനി അടുത്തടുത്ത് നിൽക്കുമ്പോഴാണ് സംഭവിച്ചത്. പെട്ടെന്ന് ഇരുട്ട് വീണപ്പോ അവൻ ആരായാലും എന്റെ ദേഹത്ത് കയറി പിടിച്ചില്ലേ മമ്മി? ആ നിമിഷം മരിച്ചു പോയാലോ എന്ന് ഞാൻ ആഗ്രഹിച്ചതാ. ഈ മുറിയിൽ വന്നിട്ട് കണ്ണാടി നോക്കാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു, നാണക്കേടായിരുന്നു. എന്റെ മനസ്സിൽ നിന്നത് ഒരിക്കലും പോയില്ല മമ്മി. ഞാൻ ചീത്തയായതുപോലൊരു തോന്നല്. ചേച്ചി, എന്താ ഇത്? ഏതോ ഒരു ക്രിമിനൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തു എന്ന് വെച്ച് ഉടൻ അവസാനിക്കുന്നതാണോ ചേച്ചിയുടെ ജീവിതം? ഇന്ദ്രജ, പെൺ ശരീരങ്ങൾ കണ്ട വിരളി പിടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ? അതുകൊണ്ട് ഇരുട്ടത്തായാലും വെളിച്ചത്തായാലും ആൾക്കൂട്ടത്തിലായാലും പെൺകുട്ടികൾ സേഫ് അല്ല എന്നാ ഞാൻ പറഞ്ഞത്. നീ ഇത് മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞേ പറ്റൂ. എന്നിട്ട് മനസ്സൊന്ന് ഫ്രീ ആക്കിക്കേ. എങ്ങനെ മമ്മി? ആലോചിക്കും തോറും ഓക്കാനും വരും എനിക്ക്. എത്രയോ നാളുകൾ കോളേജിൽ പോയപ്പോഴും അത് കഴിഞ്ഞ് ഓരോരുത്തർ പോയപ്പോഴും മാന്യമായിട്ടല്ലാതെ ഞാൻ ഡ്രസ് ചെയ്തിട്ടുണ്ടോ? ഒരാളെ അനാവശ്യമായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടോ? എന്നിട്ട്
മനസ്സിൽ വൃത്തികേടുകൾ കുത്തി നിറച്ചവർക്ക് നീ ഈ പറഞ്ഞ മാന്യതയുണ്ടല്ലോ അതൊന്നും മനസ്സിലാവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കൺമുമ്പിൽ കാണുന്നത് ഒരു ശരീരം മാത്രം. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ തളർന്നു പോവാനല്ല, അതിനെ മറികടക്കാനുള്ള കരുത്ത് കാണിക്കാ വേണ്ടത്. കേട്ടോ? കരയാതെ കുറച്ചേരം റെസ്റ്റ് എടുക്ക്. അത് കഴിഞ്ഞാ എല്ലാം ശരിയാ. ഇരിക്കെ. അവൻ ആരായാലും തൊട്ടത് ഇന്ദ്രജയുടെ ദേഹത്താ. പക്ഷേ